പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തലമുറയെ എന്തിനോട് ആണ് ഞാൻ ഉപമിക്കേണ്ടത്? ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ വിലാപഗാനം ആലപിച്ചു, എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ. ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു. അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു. അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞു കുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എങ്കിലും ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ വചന ഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾക്കാർക്കും വിധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വിധിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടും മറ്റുള്ളവർ വിധിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ അത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല. എന്നാൽ നമ്മൾക്കറിയാം നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത്. നമ്മൾ മറ്റുള്ളവരെ വീക്ഷിക്കുമ്പോൾ, അവരെ വിമർശിക്കുമ്പോഴൊക്കെയും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അതിൻ്റെ പുറകിൽ എന്തോ ഉദ്ദേശം ആർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾക്കുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരും ചിന്തിക്കും. യേശു മനുഷ്യപുത്രനായിട്ട് ജനിച്ചു. മനുഷ്യരെ പോലെ എല്ലാം ചെയ്യുന്നു, എന്നാൽ പാപം ചെയ്യുന്നില്ല. യേശു ദൈവപുത്രനായതുകൊണ്ട് അവിടുന്ന് മനുഷ്യരുടെ രൂപമെടുത്തുകൊണ്ട് മനുഷ്യരുടെ ആ സുഖവും ദുഃഖവും അനുഭവിച്ചുകൊണ്ട് അവിടുന്ന് ജീവിച്ചു കടന്നു പോകുന്നു. നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് തെറ്റിദ്ധരിച്ചാലും നമ്മുടെ ഉദ്ദേശം ദൈവം കാണുന്നുണ്ട്. അപ്പോഴൊക്കെയും നമ്മൾ തളരാതെ പതറാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാം. നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാതെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.